ശ്രീജിത്ത്, ഈ PMC പദ്ധതി നടപ്പാക്കുന്നതിലൂടെ NEP നടപ്പാക്കണമെന്ന് അർത്ഥമില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ശരിയല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടിക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് വായിച്ചവർക്കെല്ലാം അറിയാം. കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി വായിച്ച എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് ബിനോയ് വിശ്വത്തിനും അറിയാം. എന്നിട്ടും വി ശിവൻകുട്ടി ഞങ്ങളുടെ മന്ത്രിയാണ്, ഞങ്ങളുടെ മന്ത്രി പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നൊക്കെ ബിനോയ് വിശ്വം പറയുന്നത് എന്തുകൊണ്ടാണ് ശ്രീജിത്ത്? NEP നടപ്പിലാക്കുക എന്നത് ഈ NEP എന്നത് PMC പദ്ധതിയുടെ ആത്മാവാണ് എന്നാണ് ഇന്ന് രാവിലെ വരെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ പിന്നീട് NEPയിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. ആ ചോദ്യത്തിന് ഇപ്പോഴും CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കൃത്യമായ ഉത്തരവില്ല. ഈ രീതിയിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അദ്ദേഹം കാവ്യാത്മകമായും തത്വചിന്താപരമായൊക്കെ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് കടന്ന് ഈ NEPയുടെ വിഷയത്തിൽ വി ശിവൻകുട്ടി പറയുന്നതിനെ ശരിവെക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ NEP എന്നത് ഈ PMC പദ്ധതിയുടെ ഇൻ്റഗ്രൽ പാർട്ടാണ്, അവിഭാജ്യ ഘടകമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സ്വീകാര്യമാവൂ എന്നത് CPI നേതാക്കൾ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ വേണ്ടത്ര വ്യക്തതയില്ല. എന്നാൽ ശിവൻകുട്ടി ആകട്ടെ വിദ്യാഭ്യാസ നയം ഈ രീതിയിൽ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു പരാമർശമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ എല്ലാ കാലത്തും എതിർക്കാൻ കഴിയില്ല, ഒരു ഘട്ടത്തിലൊക്കെ അതിനോട് യോജിക്കേണ്ടി വരും. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന്, ഒരു CPIഎമ്മിൻ്റെ മന്ത്രിയിൽ നിന്ന്, വി ശിവൻകുട്ടിയിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് യോജിക്കേണ്ടി വരും എന്നാണ്. അപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോൾ ഈ യോജിക്കേണ്ടി വരും എന്ന കാര്യം പറയുമ്പോൾ അതും CPI അപ്പോൾ തങ്ങൾക്ക് വേണ്ടത് മാത്രം കേൾക്കുകയും ശിവൻകുട്ടി പറഞ്ഞ അവസാന ഭാഗത്തെ കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യും, സൗകര്യപ്രദമായി കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. എങ്കിൽ പോലും CPIയുടെ മറ്റു നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് നേതാക്കളാരും ഇത് അനുവദിച്ചു കൊടുക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പോലെ മുഖ്യമന്ത്രി അറിയാതെയല്ല ഈ പദ്ധതിയുമായി ഒപ്പിടാൻ വിദ്യാഭ്യാസ വകുപ്പ് പോയത്. മുഖ്യമന്ത്രി അറിയാതെ അനങ്ങാൻ പോലും തയ്യാറാവാത്ത മന്ത്രിയാണ് വി ശിവൻകുട്ടി. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്നതാണ് CPIയിലെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിന് ബിനോയ് വിശ്വത്തിന് വരും ദിവസങ്ങൾ വഴങ്ങേണ്ടി വരും. അതിനിപ്പുറത്തേക്ക് CPIഎം വെച്ചു നീട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമവായ സാധ്യതകൾ ആരായാൻ രണ്ട് പാർട്ടികൾ ശ്രമിക്കും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് CPIയുടെ കൂടി ആവശ്യമാണ്. കാരണം അവരുടെ പ്രാദേശിക തലത്തിലെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIഎമ്മിൻ്റെ സഹകരണം കൂടിയേ തീരൂ. പടഹദ്ദുനിയുമായി വന്ന CPI പൂച്ചയെ പോലെ മെരുങ്ങുന്നത് ഇപ്പോഴല്ല, പലയാറും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇക്കുറിയും അതുപോലെ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. ശ്രീജിത്ത്, ഇവിടെ ഈ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനകത്തൊരു പിന്നടത്തമില്ല എന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി പറയുന്നു. വി ശിവൻകുട്ടി എന്ത് NEPക്ക് എന്താണ് കുഴപ്പം എന്ന് ഒരു പടി കൂടി കടന്നു ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നടത്തമില്ല. അപ്പോൾ ഇനി അനുനയം എങ്ങനെയെന്നാണ് CPIയുടെ പ്രതീക്ഷ? അനുനയത്തെപ്പറ്റി, അതായത് ഈ PMC പദ്ധതിയിൽ ഒപ്പിട്ട നടപടിയിൽ നിന്ന് പിന്മാറണം, ദേശീയ വിദ്യാഭ്യാസ നയം സ്വീകരിക്കുന്നത് തിരുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം തന്നെ TP രാമകൃഷ്ണൻ LDF കൺവീനർക്കും കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്ത് LDFിൻ്റെ മുന്നിലുണ്ട് എന്നാണ് ബിനോയ് വിശ്വം ഇതേപ്പറ്റിയുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി. ആ കത്തിന്മേൽ CPIഎം എന്ത് തീരുമാനമെടുക്കും എന്നതിനെക്കുറിച്ച് തങ്ങൾക്കറിയില്ല. തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും. ഈ PMC പദ്ധതി ഈ അർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം സ്വീകരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. മാത്രമല്ല CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാരോ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകും എന്നതിൻ്റെ ചെറിയ ലാഞ്ചന പോലും നൽകിയിട്ടില്ല എന്ന് കൂടി ഓർക്കണം. അപ്പോൾ വി ശിവൻകുട്ടി മാറി മാറി പറഞ്ഞ കാര്യങ്ങളിൽ തങ്ങൾക്ക് സ്വീകാര്യമായ സൗകര്യപ്രദമായ ഒരു കാര്യത്തെ എടുത്തു പിടിച്ചുകൊണ്ട് മാത്രമാണ് ചെറിയ പ്രതിരോധമെങ്കിലും തീർക്കാൻ ബിനോയ് വിശ്വം ശ്രമിക്കുന്നത്. അത് LDFിൻ്റെ പൊതു നന്മയെ കരുതി എന്നുള്ള ഒരു ഭാഷ്യമാണ് അദ്ദേഹം ഇതിലൂടെ ചമയ്ക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഗൗരവമുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ PMC പദ്ധതിയുടെ അവിഭാജ്യ ഘടകമായ അതിൻ്റെ ആത്മാവായ ദേശീയ വിദ്യാഭ്യാസ നയത്തെ സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല. അല്ലെങ്കിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നതായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഊറ്റം കൊള്ളുന്ന അല്ലെങ്കിൽ കൃത്യമായ തീരുമാനം, കർശനമായ തീരുമാനം തുടങ്ങിയ ഊറ്റം കൊള്ളുന്ന മൂല്യങ്ങളൊന്നും എടുത്തുപിടിക്കാൻ പിന്നീട് കഴിയാതെ പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.